ഹരേ കൃഷ്ണ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും, അതായത് സ്ത്രീകളായ ഭക്തജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വരുന്ന ഒരു പ്രധാന സംശയമാണ്, ഞങ്ങൾക്ക് ആർക്കൊക്കെ പൊങ്കാല ഇടാൻ പാടില്ല. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ അഭിമാന നിമിഷമാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. കാരണം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊങ്കാല അർപ്പിക്കപ്പെടുന്ന, ഗിന്നസിൽ വരെ കയറിപ്പറ്റിയ സാക്ഷാൽ ജഗദംബിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പൊങ്കാല ഇടാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അശുദ്ധവൃത്തിയും ഭക്തിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംശയം വരാം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അശുദ്ധി വന്നാൽ, അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത സമയം വന്നാൽ എത്ര ദിവസം കഴിഞ്ഞ് പൊങ്കാല ഇടാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാം. സാധാരണ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് 7 ദിവസമാണ് മിനിമം എടുക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാം. അതേസമയം നമുക്കിപ്പോൾ പൊങ്കാല പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ 7 ദിവസം കഴിഞ്ഞ് ശുദ്ധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊങ്കാല ഇടാം. ആ 7 ദിവസം ഒഴിവാക്കണമെന്നേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള ഒരു മുൻകൂർ ധാരണ നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തായാലും 7 ദിവസം മാക്സിമമാണ്. 7-ാം ദിവസം മുതൽ, 7 ദിവസം കഴിയണ്ട, 7-ാം ദിവസം മുതൽ നിങ്ങൾക്ക് പൊങ്കാല ഇടാം. അതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയമാണ് പുല വാലായ്മ വന്നാൽ എങ്ങനെയാണെന്ന്. ഈ ഒരു വീട്ടിൽ പ്രസവം വരുമ്പോൾ ആ പ്രസവിച്ച വീട്ടിലെ വ്യക്തികൾക്ക് മാത്രമേ പൊങ്കാല ഇടാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ ആ പ്രസവിച്ച് ആ കുഞ്ഞെന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഏകദേശം ചോറൂണ് വരെയും സാധാരണ അമ്പലങ്ങളിൽ പോകുന്ന കുറവാണ്. പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിച്ച് നൂലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ പിന്നെ സ്ത്രീകൾക്ക് ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് ശുദ്ധ അശുദ്ധികളിൽ ഇടപെടാതെ വേണമെങ്കിൽ പൊങ്കാല ഇടാം. പക്ഷേ പ്രസവിച്ച സ്ത്രീയുടെ അമ്മ, പിന്നെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ളവർ പൊങ്കാല ഇടാൻ തീർച്ചയായിട്ടും ചോറൂണ് കഴിഞ്ഞിട്ടേ പോയി പൊങ്കാല ഇടാവൂ. അതേ സമയം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതേ ഇതിൽ തന്നെ രക്തബന്ധത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ കുഞ്ഞമ്മേരെ മോള്, അല്ലെങ്കിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ സ്ത്രീയുടെ നാത്തൂന്, അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭർത്താവിൻ്റെ സഹോദരിമാർ, അങ്ങനെയൊക്കെ ഉള്ളവർ, അതായത് ഡയറക്റ്റ് രക്തബന്ധം ഇല്ലാത്തവർക്കെല്ലാം തീർച്ചയായിട്ടും ആ വീട്ടിലല്ല താമസിക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രസവിച്ച് സ്ത്രീ താമസിക്കുന്ന വീട്ടിലല്ല, വേറെ വീട്ടിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി ആ വീട്ടിൽ പോകാതെ വ്രതാനുഷ്ഠാനത്തോടെ തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കാം. ഇനി മറ്റൊന്ന്, മരണം നടന്ന ഒരു മരണാനന്തരമുള്ള ശുദ്ധ അശുദ്ധി എങ്ങനെ നോക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഓരോരോ ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും മിനിമം രക്തബന്ധമുള്ളവരും, അതുപോലെ തന്നെ രക്തബന്ധം എന്ന് പറഞ്ഞാൽ അടുത്ത രക്തബന്ധം, ഡയറക്റ്റ് രക്തബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവരോ അല്ലെങ്കിൽ താവഴിയിലുള്ളവരോ അല്ല, അതായത് അമ്മയുടെയും അച്ഛൻ്റെയും മക്കളായും ആ വഴിക്ക് ഡയറക്റ്റ് പിന്നെ കൊച്ചുമക്കളായിട്ടൊക്കെ വന്ന രക്തബന്ധമുള്ളവരെ സംബന്ധിച്ച്, അതായത് നമ്മൾ പറയില്ലേ, മരണാനന്തരം ഈ മൃതശരീരത്തിന് നമ്മൾ അരിയും പൂവൊക്കെ ഇടുന്നൊരു ചടങ്ങുണ്ടല്ലോ, വാക്കിലിടുക എന്ന് പറയും. അത്തരത്തിലുള്ള എന്തെങ്കിലും മൃതദേഹത്തിൽ തൊട്ടുള്ള ചടങ്ങുകൾ ചെയ്യേണ്ടി വരുന്നവർ, അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും 16 കഴിഞ്ഞിട്ട് മാത്രമേ പൊങ്കാല ഇടാൻ പോകാൻ പറ്റൂ. 16 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മിനിമം
സഞ്ചയനം കഴിഞ്ഞ് 16 കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി അമ്പലത്തിൽ പോകാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതോടുകൂടി നമുക്ക് അമ്പല ദർശനത്തിനുള്ള സൗകര്യം വരും. അതുപോലെ തന്നെ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്ന, അതായത് ഇപ്പോൾ കുടുംബത്തിൽ വേറെ ആരുമില്ല, ഒരു സ്ത്രീയാണ് മരണം നടന്ന വീട്ടിൽ ബലിയൊക്കെ ഇടേണ്ടി വരുന്നത്, 16 ബലി ഇട്ട അവരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ബലി കഴിഞ്ഞ് 16 കഴിഞ്ഞാലും അവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അവർ 41 കഴിഞ്ഞ് തന്നെ പോകണം. ബാക്കി അവരുടെ കുടുംബത്തിൽ അനന്തരവന്മാർ, അങ്ങനെയുള്ള ഡയറക്റ്റ് ബന്ധം ഇല്ലാത്തവർ, അതായത് കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരും അവരുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ആ മൃതശരീരത്തിൽ തൊട്ടുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല, വെറുതെ നമ്മൾ ആ മരണ വീട്ടിൽ പോയിട്ട് മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് സഞ്ചയനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി പൊങ്കാലയിടാം. പിന്നെ ആ മരണ അനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ മരണം അറിഞ്ഞതേ ഉള്ളൂ, രക്തബന്ധം ഇല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം രക്തബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ശവത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ നമ്മൾ ഭാഗവക്കായി അതിൽ അരിയും പൂവൊക്കെ ഇടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊങ്കാല ഇടുന്നത് മാത്രമല്ല, അമ്പലത്തിലും പോകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ പുല, വാലാഴ്മ, അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാതിരിക്കുന്ന തീണ്ടാരി എന്ന് പറയും, അങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും അമ്മയോട് പ്രാർത്ഥിക്കുക. അടുത്ത വർഷം എനിക്ക് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം അമ്മ ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് തീർച്ചയായിട്ടും അമ്മ ജഗദംബിക ആ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ഞാൻ അധികം അറ്റൻഡ് ചെയ്യില്ല. നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഹരേ കൃഷ്ണ.